മലബാർ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ആഗോള അയ്യപ്പ സംഗമത്തിനെത്തുന്നത് ക്ഷേത്ര ഫണ്ട് ചെലവഴിച്ച്. ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ദേവസ്വത്തിന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും ചെലവ് ബോർഡ് ഫണ്ടിൽ നിന്ന് വകയിരുത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആവശ്യപ്രകാരമാണ് മലബാർ ദേവസ്വത്തിന്റെ പ്രതിനിധികളെ പങ്കെടുപ്പിക്കുന്നത്. അബിലാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അബിലാൽ, ഞാൻ ആ ഹൈക്കോടതി വിധി വായിക്കുകയായിരുന്നു. അതിൽ ഇങ്ങനെ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഉപയോഗിക്കരുത് എന്നൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നില്ല, മറിച്ച് ദേവസ്വം ബോർഡ് അങ്ങോട്ട് അറിയിക്കുകയായിരുന്നു, ഞങ്ങൾ ₹1 പോലും ഈ സംഗമത്തിന് വേണ്ടി ചെലവഴിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഈ മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആ ഉത്തരവിൽ എന്താണ് കൃത്യമായി പറയുന്ന കാര്യം? പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രാതിനിധ്യം വേണമെന്നുള്ളത് സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രിയായ VN വാസവനും അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും മലബാർ ദേവസ്വം ബോർഡിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ചുരുക്കത്തിൽ ഇന്നലെ ചേർന്ന ബോർഡിന്റെ യോഗമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ തന്നെ പങ്കെടുക്കാം എന്നുള്ള അറിയിപ്പ് നൽകുകയും ഒപ്പം തന്നെ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, കമ്മീഷണർ, മെമ്പർമാർ, വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ എന്നിവർക്കൊക്കെ തന്നെ യോഗത്തിൽ പങ്കെടുക്കാം. അവരുടെ യാത്രാ ചെലവ്, ഭക്ഷണം എന്നിവയ്ക്ക് ആവശ്യമായ തുക ബോർഡിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഓഫീസുകളിൽ നിന്ന് ലഭ്യമാക്കണം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജീവനക്കാർ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ ചെലവ് അതാത് ക്ഷേത്രങ്ങളിൽ നിന്നും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഉത്തരവിന്റെ സാരാംശമായി വന്നിരിക്കുന്നത്. അതേസമയം ആര് മുമ്പ് സൂചിപ്പിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ സംഘവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൈക്കോടതിയിൽ നൽകിയ വിശദീകരണത്തിന്റെ ഭാഗങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ ആ പരാമർശം നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ ആ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് എന്നതിനാൽ തന്നെ അത്തരത്തിലുള്ള ഉറപ്പ് മറ്റ് ദേവസ്വങ്ങൾക്ക് ബാധകമാണോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരുന്നത്.